കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ ചരിത്രം ഇത്തവണയും ആവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആർഎസ്എസും എസ്ഡിപിഐയുമായി യുഡിഎഫ് സഖ്യനീക്കം നടത്തുന്നു. തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നുവെന്നും ഒരു കച്ചവടത്തിലൂടെയും യുഡിഎഫ് രക്ഷപ്പെടില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇപ്പോ പലതരത്തിലുള്ള സഖ്യനീക്കങ്ങൾ പരസ്യമായല്ല. യുഡിഎഫിന്റെ ഗതികേട് നോക്കണം. ആർഎസ്എസുമായി സഖ്യനീക്കം, എസ്ഡിപിഐ സഖ്യനീക്കം. അപ്പൊ ഞങ്ങൾ മതനിരപേക്ഷമല്ലേ എന്ന് വേണമെങ്കിൽ അപ്പോൾ അവകാശപ്പെടാം. കാരണം ആർഎസ്എസിനോടും എസ്ഡിപിഐയോടും പ്രത്യേക വിരോധം കാണിക്കുന്നില്ല. രണ്ടു കൂട്ടരോടും തുല്യമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണോ മതനിരപേക്ഷത? മതനിരപേക്ഷത വർഗീയതയെ വിട്ടുവീഴ്ച കൂടാതെ എതിർക്കലാണ്. 4 വോട്ടിന് വേണ്ടി അവരിങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കലല്ല. ഇതാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും ലീഗും യുഡിഎഫും സ്വീകരിക്കുന്നത്. ഇത് നാടിനിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്നിപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇത് നാം ഗൗരവമായി കാണുന്നു. കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നു. ഒരു കച്ചവടത്തിലൂടെയും നിങ്ങൾ രക്ഷപ്പെടില്ല എന്ന് മതനിരപേക്ഷ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ദൃഢമായ വ്രതമെടുക്കണം. അത്തരമൊരു തീരുമാനത്തോടെ മുന്നോട്ട് പോകണം. അതായിരുന്നു നേരത്തെ ഉണ്ടായ കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്താൻ ഇടയാക്കിയത്. അതേ നിലപാട് നമുക്കാകെ സ്വീകരിക്കാനാവണം. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിക്കുന്നു. തങ്ങളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച ഐ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം കോഴിക്കോട് ചേർന്നു. ചെന്നിത്തലയ്ക്ക് നട്ടലില്ലെന്ന് മുൻ ഡിസിസി പ്രസിഡന്റ്. വയനാട് സീറ്റിന് പകരം ഡിസിസി പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നും ആവശ്യം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് വൻ അവഗണനയാണെന്നാണ് ഐ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ വയനാട് മണ്ഡലം ഐ ഗ്രൂപ്പിന് നഷ്ടമായി. ഉമ്മൻചാണ്ടിയുടെ ശക്തമായ ഇടപെടലിലൂടെയാണ് മണ്ഡലം ടി സിദ്ദിഖിന് ലഭിച്ചത്. ഐ ഗ്രൂപ്പിന്റെ ശക്തി നഷ്ടപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. ചെന്നിത്തലയ്ക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നും ഉമ്മൻചാണ്ടിയാണ് നേട്ടങ്ങൾ സ്കോർ ചെയ്തത് എന്നും മുൻ ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വീരാൻകുട്ടി പറഞ്ഞു. വയനാട് സീറ്റ് നഷ്ടമായതിനു പകരം ഡിസിസി പ്രസിഡന്റ് സ്ഥാനം നൽകണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. ഇല്ല, ചെന്നിത്തലയ്ക്ക് നട്ടല് കാണിച്ചതാണ് പറയുന്നത്. ആർജവം കാണിക്കണ്ടേ? തൽക്കാലം ഞങ്ങൾ ഡിമാൻഡ് വെക്കുന്നതാണ്. ഞാനോ? അതൊരു ഡിമാൻഡാണ്. അതിപ്പോൾ തരാവുന്നതല്ലേ ഉള്ളൂ. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, KPCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PM നിയാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. രാവിലെ ആരംഭിച്ച രഹസ്യയോഗം ഉച്ചവരെ നീണ്ടു. ഡിസിസി പ്രസിഡന്റ് സ്ഥാനം PM നിയാസിന് നൽകണമെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആവശ്യം. ഡിസിസി പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSS വോട്ടുകൾ വേണ്ട എന്ന് പറയുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഉമ്മൻചാണ്ടി. കോൺഗ്രസ് മതേതര പാർട്ടിയാണെന്ന് ഉമ്മൻചാണ്ടിയുടെ മറുപടി. KPCC ആസ്ഥാനത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് വർഗീയ വോട്ടുകളെപ്പറ്റി ഉമ്മൻചാണ്ടി നിലപാട് വ്യക്തമാക്കാതിരുന്നത്. സംസ്ഥാനത്ത് 5 മണ്ഡലങ്ങളിൽ BJP UDF രഹസ്യധാരണയെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണത്തിന് മറുപടി പറയാനാണ് ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനം വിളിച്ചത്. ആരോപണം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ്. 77-ൽ BJPയുടെ പൂർവ്വരൂപമായ ജനസംഘവുമായി ഒന്നായി മത്സരിച്ച CPM അന്ന് എല്ലാ സീറ്റിലും പരാജയപ്പെട്ടെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. RSS വോട്ടുകൾ വേണ്ടെന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മറുപടി ഇങ്ങനെ: ഞാൻ പറഞ്ഞല്ലോ, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് അവര്. ഓരോരുത്തരുടെ ഭാഷയും സമീപനവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് പറയും. അതല്ലേ പറഞ്ഞത്, മതേതരത്വമാണ് കോൺഗ്രസിന്റെ ചിഹ്നം.
ലീഗും SDPയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരെ അവിശ്വസിക്കേണ്ടതില്ല. നേമത്ത് കോൺഗ്രസ് വോട്ടുകൾ മാറ്റി ചെയ്തതുകൊണ്ടാണ് BJP വിജയിച്ചത് എന്ന കോടിയേരിയുടെ ആരോപണം ശരിയല്ല. നേമത്ത് CPIM വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ചോകുട്ടി ജയിക്കുമായിരുന്നല്ലോ. അതൊന്നും പറ്റി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല മുഖ്യ പ്രചാരണ വിഷയമാക്കാൻ RSSന്റെ തീരുമാനം. കൊച്ചിയിൽ ചേർന്ന സംഘപരിവാർ സംഘടനകളുടെ യോഗത്തിലാണ് തീരുമാനം. BJP സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ യോഗം അതൃപ്തി രേഖപ്പെടുത്തി. ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്നതുൾപ്പെടെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ തള്ളാനാണ് RSSന്റെ നിർദ്ദേശം. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല തന്നെ മുഖ്യ പ്രചാരണ വിഷയമാക്കി നിലനിർത്താൻ പരിവാർ ബൈഠക്കിൽ ധാരണയായി. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ RSS അതൃപ്തി രേഖപ്പെടുത്തി. പ്രത്യേകിച്ച് പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കിയതായി യോഗത്തിൽ വിമർശനമുയർന്നു. പത്തനംതിട്ടയിൽ K. സുരേന്ദ്രനെയാണ് നിശ്ചയിച്ചിരുന്നത്. പിന്നെന്തിന് ശ്രീധരൻപിള്ളയുടെ പേര് വലിച്ചിഴച്ചുവെന്ന് RSS നേതൃത്വം ചോദിച്ചു. മറ്റ് സീറ്റുകളിൽ മത്സരിക്കുന്നവരുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നതിലും യോഗത്തിൽ അസംതൃപ്തി പ്രകടമായി. കൂടാതെ പ്രവർത്തകരുടെ നവമാധ്യമ മേഖലയിലെ തെറ്റായ ഇടപെടലിലും ശക്തമായ വിമർശനം ഉയർന്നു. കംബാക്ക് KS, ഗോ ബാക്ക് PS എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിനാണ് വിമർശനത്തിന് കാരണമായത്. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള വേണ്ട, സുരേന്ദ്രൻ വരട്ടെ എന്ന ക്യാമ്പയിനിൽ സജീവ പ്രവർത്തകരും പങ്കാളിയായതാണ് RSS നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് പിന്മാറണമെന്നും RSS നേതൃത്വം മുന്നറിയിപ്പ് നൽകി. കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, ഹിന്ദു ഐക്യവേദി VHP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. BJP സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. പാർട്ടിയിൽ പൊട്ടിത്തെറിയുടെ സാധ്യതകൾ സജീവമായിരിക്കെയാണ് പ്രഖ്യാപനം നീളുന്നത്. പത്തനംതിട്ടയ്ക്കായി ചരടുവലി നടത്തിയ ശ്രീധരൻപിള്ളയ്ക്ക് ഒരിടത്തും സീറ്റുണ്ടാകില്ല. പത്തനംതിട്ടയിൽ K. സുരേന്ദ്രൻ മത്സരിക്കും. ചോദിച്ച സീറ്റ് ലഭിക്കാത്തതിനാൽ പല പ്രമുഖ നേതാക്കളും മത്സരിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. RSSും ദേശീയ നേതൃത്വവും ഒരുപോലെ കൈയൊഴിഞ്ഞതോടെയാണ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള PS ശ്രീധരൻപിള്ളയുടെ മോഹം അവസാനിച്ചത്. NSS പിന്തുണയുണ്ടെന്ന ശ്രീധരൻപിള്ളയുടെ അവകാശവാദം RSS വിലക്കെടുത്തില്ല. ഇതോടെയാണ് K. സുരേന്ദ്രന് നറുക്കുവീണത്. സംസ്ഥാന അധ്യക്ഷന് ഒരിടത്തും സീറ്റ് നൽകാതെയാകും പ്രഖ്യാപനം. പത്തനംതിട്ട കിട്ടില്ലെന്ന് ഉറപ്പായതോടെ സുരേന്ദ്രനെ വെട്ടാൻ ശ്രീധരൻപിള്ള അൽഫോൺസ് കണ്ണന്താനത്തെ പിന്തുണച്ചെങ്കിലും ആ നീക്കവും പാളി. എറണാകുളത്താകും കണ്ണന്താനം മത്സരിക്കുക. പാലക്കാട് മാത്രമേ മത്സരിക്കൂ എന്ന ശോഭാ സുരേന്ദ്രന്റെ പിടിവാശിയും വിലപ്പോയില്ല. ആറ്റിങ്ങലിൽ മത്സരിക്കാനാണ് നിർദ്ദേശം. PK കൃഷ്ണദാസും MT രമേശും പട്ടികയിലില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പട്ടികയ്ക്കൊപ്പമാണ് കേരളത്തിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഗ്രൂപ്പ് താൽപര്യവും വ്യക്തി താൽപര്യവും പരിഗണിച്ച് പട്ടിക സങ്കീർണമാക്കിയത് ശ്രീധരൻപിള്ളയാണെന്ന വിമർശനം ശക്തമാണ്. ഇത് RSS അതൃപ്തിക്കും കാരണമായിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകൾ ശ്രീധരൻപിള്ളയുടെ പടിയിറക്കത്തിനും വഴിയൊരുക്കിയേക്കാം. ഇഷ്ട സീറ്റ് നൽകാത്തതിലെ അമർഷത്തിലാണ് പല നേതാക്കളും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥി നിർണയത്തിലെ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും നിഴലിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. DGP ജേക്കബ് തോമസ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ചാലക്കുടിയിൽ കിഴക്കമ്പലം കൂട്ടായ്മയായി 2020യുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. ഇതിനായി ഔദ്യോഗിക പദവി ഉടൻ ജേക്കബ് തോമസ് രാജിവെച്ചേക്കും. സ്ഥാനാർത്ഥിയാകുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPIM നേതൃത്വം. പാർട്ടി ഓഫീസിൽ വെച്ച് പെൺകുട്ടി പീഡനത്തിനിരയായെന്ന ആരോപണം തെറ്റാണെന്നും ആരോപണ വിധേയനായ യുവാവിന് പാർട്ടിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും CPIM നേതൃത്വം വ്യക്തമാക്കി. ഡിവൈഎഫ്ഐ നേതാവാണ് യുവാവെന്ന തരത്തിൽ വ്യാജ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി. ചെർപ്പുളശ്ശേരിയിൽ പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയാണ് CPM നേതൃത്വം വിശദീകരണവുമായി രംഗത്ത് വന്നത്. പാർട്ടി ഓഫീസിനകത്ത് വെച്ച് പെൺകുട്ടി പീഡനത്തിനിരയായെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആരോപണ വിധേയനായ യുവാവിന് CPIMുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും CPIM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി KB സുഭാഷ് പറഞ്ഞു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം ഒരു 11 മണി വരെ ധാരാളം ആളുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് രാവിലെ 11 മണിക്ക് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല. ഇത് ഇത്തരത്തിലൊരു ആക്ഷേപം എങ്ങനെയാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോപണ വിധേയനായ യുവാവ് ഈ പാർട്ടിയായി ഒരു ബന്ധമില്ലാത്ത ആളാണ്. CPMുമായി ഒരു തരത്തിലുള്ള ബന്ധവും അയാളെ സംബന്ധിച്ചില്ല. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് DYFI നേതാവാണെന്ന തരത്തിൽ വ്യാജവാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് DYFI ജില്ലാ സെക്രട്ടറി K. പ്രേംകുമാറും വ്യക്തമാക്കി. DYFIയുടെ പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ DYFIയുടെ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ഈ പ്രസ്ഥാനത്തെയും
അതിലൂടെ കേരളീയ സമൂഹത്തിൽ ഡിവൈഎഫ്ഐക്ക് ഉണ്ടായിട്ടുള്ള സൽപ്പേരിന് കളങ്കം ചാർത്താനുമുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള നിയമ നടപടി ഡിവൈഎഫ്ഐ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമാണ് മങ്കരയ്ക്കടുത്ത് മണ്ണൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് പീഡിപ്പിക്കപ്പെട്ടതായി പരാതി നൽകിയത്. സംഭവത്തിൽ മങ്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂന്തുറ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പ്രതിയെ മോചിപ്പിച്ചു എന്നത് എഎസ്ഐ ശൈലേന്ദ്രന്റെ കള്ളക്കഥ. മർദ്ദനത്തിനെതിരെ പരാതി നൽകുമെന്ന ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനായ ശൈലേന്ദ്രൻ ചമച്ച കള്ളക്കഥയാണ് ഇതെന്ന ആരോപണവുമായി മർദ്ദനമേറ്റ യുവാവ്. സ്റ്റേഷനിൽ വെച്ചും തന്നെ സംഭവസ്ഥലത്ത് വെച്ചും ശൈലേന്ദ്രനും സഹപ്രവർത്തകരും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് യുവാവ് പീപ്പിളിനോട് പറഞ്ഞു. പൂന്തുറ സ്റ്റേഷൻ ആക്രമിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിയെ മോചിപ്പിച്ചു എന്ന തരത്തിൽ ഇന്നലെ മുതൽ പുറത്തുവരുന്ന വാർത്തകൾ എഎസ്ഐ ശൈലേന്ദ്രന്റെ തിരക്കഥയാണെന്ന് വ്യക്തമാകുകയാണ്. സത്യത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. വാഹന പരിശോധനയ്ക്കിടെ മത്സ്യത്തൊഴിലാളിയായ പ്രവീണിന്റെ ബൈക്കിന് പോലീസ് കൈകാണിച്ചു. ബൈക്ക് ചവിട്ടിയപ്പോൾ അല്പം മുൻപിലായിട്ടാണ് വാഹനം നിന്നത്. ഇതോടെ കുപിതനായ എഎസ്ഐ ശൈലേന്ദ്രൻ ബൈക്കിന്റെ കീ ബലമായി ഊരിയെടുക്കാൻ ശ്രമിച്ചു. അതിനിടെ ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെടാതിരിക്കാൻ ആക്സിലേറ്ററിൽ ബലമായി പിടിച്ചു. എന്നാൽ ഗിയറിലായിരുന്ന വണ്ടി അബദ്ധത്തിൽ മുന്നിലേക്ക് ചാടിയപ്പോൾ ശൈലേന്ദ്രന് റോഡിൽ വീണ് പരിക്കേറ്റു. ഇതോടെ ചാടി എണീറ്റ ശൈലേന്ദ്രനും സഹപോലീസുകാരും ചേർന്ന് പ്രവീണിനെ സംഭവ സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു. വാഹനത്തിനുള്ളിൽ വെച്ചും സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷവും ഭീകരമർദ്ദനം തുടർന്നു. സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ തുടയിൽ കയറിയിരുന്ന ശേഷം ലാത്തിക്ക് കാലിന്റെ വെള്ളയിൽ തല്ലി. പ്രവീണിന് മർദ്ദനമേറ്റതറിഞ്ഞ് സ്റ്റേഷനിൽ നാട്ടുകാർ എത്തിയതോടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെത്തി പോലീസിന് അബദ്ധം പറ്റിയതാണെന്നും വിഷയമുണ്ടാക്കരുതെന്നും അഭ്യർത്ഥിച്ചു. മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാമെന്ന ഉറപ്പിൽ നാട്ടുകാർ പിരിഞ്ഞുപോയി. ഇതോടെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായ കോൺഗ്രസ് അനുഭാവിയായ എഎസ്ഐ ശൈലേന്ദ്രൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരം പങ്കുവെക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച് പ്രവീണിനെ ഇറക്കിക്കൊണ്ടുപോയെന്നായി പിന്നീട് പുറത്തുവന്ന വാർത്ത. തന്നെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് പ്രവീൺ പീപ്പിളിനോട് പറഞ്ഞു. മുട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വേറൊരു സാറ് ലത്തിമാറി കാലിൽ കുറേ അടി അടിച്ച് ഞാൻ നിലവിളിച്ച് ഒരുപാട് നിലവിളിച്ച്. എന്നാൽ അവരാരും അത് മൈൻഡ് വെച്ചില്ല, അടിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു. പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു എന്ന പ്രവീണിന്റെ പരാതിയിൽ ശംഖുമുഖം ICP R ഇളങ്കോ IPS ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തി. റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുമെന്ന് ഇളങ്കോ പീപ്പിളിനോട് പറഞ്ഞു. ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അന്വേഷണം അവസാനത്തിൽ ഞാൻ കമ്മീഷണറോട് തന്നെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഡോക്ടറോടും മറ്റു സാക്ഷികളും എല്ലാം ചോദിച്ചിട്ടാണ് ഞങ്ങളൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റും. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എഎസ്ഐ ശൈലേന്ദ്രനെതിരെ മുമ്പും നിരവധി ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യുവനടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ വനിതാ ജഡ്ജി മുമ്പാകെ ഏപ്രിൽ 5-ന് ആരംഭിക്കും. സിബിഐ കോടതിയിൽ ഇന്ന് പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കോടതിയിലെ വനിതാ ജഡ്ജിയാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. സുനിൽകുമാർ എന്ന പൾസർ സുനി ഉൾപ്പെടെ 8 പ്രതികൾ സിബിഐ കോടതിയിൽ ഹാജരായി. എന്നാൽ 8ാം പ്രതി നടൻ ദിലീപ് ഹാജരായില്ല. ഏപ്രിൽ 5-ന് എല്ലാ പ്രതികളോടും ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു. കേസിന്റെ വിചാരണ 6 മാസത്തിനകം പൂർത്തിയാക്കണം എന്നാണ് ഹൈക്കോടതി വിചാരണ കോടതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സൌദിയിൽ അന്തരിച്ച കോന്നി സ്വദേശിയുടെ മൃതദേഹത്തിന് പകരം നാട്ടിലെത്തിച്ചത് ശ്രീലങ്കൻ യുവതിയുടെ മൃതദേഹം. കോന്നി കുമ്മണ്ണൂർ സ്വദേശി റഫീഖിന്റെ മൃതദേഹമാണ് മാറിയത്. വീട്ടിലെത്തിച്ച് സംസ്കാര ചടങ്ങുകൾക്കായി പെട്ടി തുറന്നപ്പോഴാണ് മൃതദേഹം മാറിപ്പോയ വിവരം ബന്ധുക്കൾ അറിഞ്ഞത്. ഫെബ്രുവരി 27-ന് സൗദി അറേബ്യയിലെ അബഹയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് റഫീഖ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെ സൗദി എയർലൈൻസിൽ എംബാം ചെയ്ത മൃതദേഹം അടങ്ങിയ പെട്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ബന്ധുക്കൾ ഏറ്റുവാങ്ങി. തുടർന്ന് കോന്നിയിലെത്തിച്ച മൃതദേഹം കോന്നി കുമ്മണ്ണൂർ ജമാഅത്ത് പള്ളിയിൽ സൂക്ഷിച്ചു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ പൊതുദർശനത്തിനായി വീട്ടിലെത്തിച്ചപ്പോഴാണ് മൃതദേഹം മാറിയ കാര്യം ബന്ധുക്കൾക്ക് മനസ്സിലാവുന്നത്. ശ്രീലങ്കൻ സ്വദേശിനി ബംഗാര മനേക്കി ബെലത്തി എന്നാണ് പെട്ടിയിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധനകൾക്ക് ശേഷം യുവതിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി. സൗദി വെച്ച് തന്നെ സൗദി എയർലൈൻസിന്റെ അണ്ടർടേക്കർ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് എംബാം ചെയ്തതിന് ശേഷം ഈ എംബാം ചെയ്ത കവർ ബോക്സിൽ സ്റ്റിക്കർ വരിപ്പിച്ചപ്പോൾ നമ്പർ വരിപ്പിച്ചപ്പോൾ ഈ ശ്രീലങ്കൻ യുവതിയുടെ പേര് ബന്ദാര മനേഗി എന്ന യുവതിയുടെ മൃതദേഹമായിട്ട് മാറിപ്പോയതാണ്. ബന്ദാര മനേഗിയുടെ ബോഡി നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയേക്കുകയാണ്. റഫീഖ് എന്ന 29 വയസ്സുകാരൻ്റെ കുമ്മണ്ണൂർ സ്വദേശിയുടെ ബോഡി നിലവിൽ ശ്രീലങ്കയിലുണ്ടെന്നാണ് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലായത്. ശ്രീലങ്കയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക് ബോഡി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അബഹ വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിൽ വെച്ച് മൃതദേഹം മാറിയെന്നാണ് ബന്ധുക്കളും റഫീഖിന്റെ സുഹൃത്തുക്കളും സംശയിക്കുന്നത്. ബോഡി പൊട്ടിച്ച്
നോക്കിയപ്പോൾ നമ്മുടെ മകൻ്റെ ബോഡി അല്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടുമായിരുന്നുണ്ട്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സൗദി എയർലൈൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. 35 നമ്പർ പെട്ടിയിലായിരുന്നു റഫീഖിന്റെ മൃതദേഹം അയച്ചത്. എന്നാൽ എത്തിയത് 32 നമ്പറിൽ. റഫീഖിന്റെ മൃതദേഹം ഇതിനിടയിൽ ശ്രീലങ്കയിൽ എത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൃതദേഹം തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ബന്ധുക്കൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തിരുവല്ലയിൽ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ മൃതദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിൽ നിന്നും പരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തിരുവല്ല നഗരത്തിൽ വെച്ച് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിലായിരുന്നു റാന്നി ഐറൂർ സ്വദേശിനിയായ യുവതിയെ യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ജമ്മുകശ്മീരിൽ വീണ്ടും തീവ്രവാദി ആക്രമണത്തിൽ ഒരു ജവാൻ കൊല്ലപ്പെട്ടു. SHO ഉൾപ്പെടെ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. ബാരാമുള്ള ജില്ലയിലെ സോപ്പാറിലാണ് സംഭവം. പോലീസുകാരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുരക്ഷാ സേന മേഖലയിൽ തീവ്രവാദികൾക്കായി തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ ഇന്റർനെറ്റ് സംവിധാനം റദ്ദാക്കി. പുതിയ വോട്ടർമാർക്കിടയിൽ ആവേശമാവുകയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി AM ആരിഫ്. ആരിഫിനെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതാവാക്കുന്നതിൽ ഏറെ പങ്കുവഹിച്ച ആലപ്പുഴ SD കോളേജിൽ ആവേശകരമായ വരവേൽപ്പ് നൽകിയാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ എതിരേറ്റത്. താൻ പഠിച്ച കോളേജിലെത്തിയ ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന് ആവേശകരമായ സ്വീകരണമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ നൽകിയത്. മുദ്രാവാക്യം മുഴക്കിയാണ് പുന്നപ്ര വയലാറിന്റെ പിന്മുറക്കാർ ആരിഫിനെ കോളേജിലേക്ക് ആനയിച്ചത്. സപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങളുടെ കോളേജിൽ വന്നു, ഉറപ്പായിട്ടും ഉണ്ട്. ആരിഫിക്ക് വേണ്ടി തന്നെ ആയിരിക്കും നല്ല പൊതുവെ നമ്മളെല്ലാവരും ആരിഫിക്ക് വേണ്ടി പ്രവർത്തനത്തിൽ ഇപ്പം തന്നെ പ്രവർത്തനം നല്ല രീതിയിലാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഉറപ്പാണ് 1 ലക്ഷത്തിന് വോട്ടിന് നമുക്ക് ആരിഫിക്ക് ഇവിടെ ജയിക്കാൻ നോക്കും. ഇത്ര വൻ ഭൂരിപക്ഷത്തോടെ ആരിഫിക്ക് ജയിക്കും. കാരണം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ തന്നെ കുട്ടനാട് പാക്കേജിന് വേണ്ടി 50 കോടിയോളം രൂപയൊക്കെയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നമ്മുടെ ദേശീയപാതയും നമ്മുടെ പാതയോരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സഖാവ് സുധാകരൻ സാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാം വളരെ വികസനം. ഇപ്പം നല്ല ദേശീയപാത കന്യാകുമാരി തൊട്ട് നമ്മുടെ കാസർഗോഡ് വരെയുള്ള ദേശീയപാതയും എല്ലാ റോഡ് എല്ലാം നല്ല വികസനമായിട്ട് നൽകുന്നത്. പിന്നീട് കോളേജിലെ അധ്യാപകർക്കിടയിലും കുട്ടികൾക്കിടയിലും വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷം സെൽഫികളും എടുത്താണ് ആരിഫിനെ വിദ്യാർത്ഥികൾ യാത്രയാക്കിയത്. ഒരു കാലത്ത് SD കോളേജിലെ വിദ്യാർത്ഥി നേതാവായിരുന്ന ആരിഫിന് വിദ്യാർത്ഥികൾ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ബ്രെക്സിറ്റ് തീയതി ജൂൺ 30 വരെ നീട്ടണം എന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ യൂറോപ്യൻ യൂണിയന് കത്തയച്ചു. യൂറോപ്യൻ യൂണിയൻ വിടുന്നത് ദീർഘനാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് മേ പാർലമെന്റിനെ അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി രാജ്യത്ത് കലാപം സൃഷ്ടിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. വിടുതൽ കരാറിന് MP-മാരുടെ പിന്തുണ നേടാൻ കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിനെ കത്തയച്ചത്. കത്തിൽ 3 മാസം നീട്ടി നൽകണമെന്നാണ് ആവശ്യം. എന്നാൽ ജൂൺ 30-നപ്പുറം നീട്ടി നൽകാനാകില്ലെന്ന് തെരേസ മേ പാർലമെന്റിനെ അറിയിച്ചു. ബ്രെക്സിറ്റിന്റെ പേരിൽ പ്രധാനമന്ത്രി രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ജെറമി കോർബിൻ ആരോപിച്ചു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും കലാപവും സൃഷ്ടിക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും ബ്രസൽസിൽ പോയി യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ജെറമി കോർബിൻ പറഞ്ഞു. പ്രധാനമന്ത്രി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന ആരോപണവും ഇതിനിടയിൽ ഉയർന്നു. നിലവിലെ കരാർ പ്രകാരം മാർച്ച് 29-നാണ് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടേണ്ടത്. മേ മുന്നോട്ട് വെച്ച 2 കരാറുകളും പാർലമെന്റ് തള്ളിയതോടെ തീയതി നീട്ടുകയല്ലാതെ മേയ്ക്ക് മുന്നിൽ മറ്റു പോംവഴികളില്ല. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയാൽ രാജ്യത്തിന് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നാണ് ഭൂരിഭാഗം MP-മാരുടെയും വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഭൂരിഭാഗം MP-മാരും ഇതിനെ ശക്തമായി എതിർക്കുന്നത്. ന്യൂസ് ഡെസ്ക്,